Hello, I'm Shruti, Assistant Professor PG Department of Commerce. I'm here dealing with the topic Business Statistics. It is a minor course offered by BBA Department. Now let's look on to the module 1. We have Introduction to Statistics, Data Collection and Analysis, Classification and Tabulation, and Presentation of Data. Let's move on to the definition of statistics. Statistics is a study of collection, analysis, interpretation, presentation and organization of data. ഡാറ്റനെ കുറിച്ച് ഡീൽ ചെയ്യുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഡാറ്റ കളക്ട് ചെയ്യുന്നു, ഒരുപാട് ഡാറ്റാസ് നമുക്ക് കിട്ടും. ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യും, എന്നിട്ട് ടേബിൾ ഫോമിലേക്ക് മാറ്റും. Then we will present either in the form of graphical presentation, or then we will do analysis by using different statistical methods and interpret the result. Next we have characteristics of statistics. First one, statistics should be aggregate of facts. Aggregate of facts means group of facts ആണ്, സിംഗിൾ ഫാക്ട്സ് അല്ല. സിംഗിൾ ഇവന്റ്സ് ഒരിക്കലും സ്റ്റാറ്റിസ്റ്റിക്സ് ആവില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അതൊരിക്കലും സ്റ്റാറ്റിസ്റ്റിക്സ് ആവില്ല. ഒരു കുട്ടിയുടെ ഹൈറ്റ്, അതൊരിക്കലും സ്റ്റാറ്റിസ്റ്റിക്സ് ആവില്ല. എന്ന് വെച്ചാൽ characteristics of statistics says that it should be a aggregate of facts. Second one, they should be affected to a marked extent by multiplicity of കോസസ്. എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്റ്റുഡൻറ്റ് നല്ല മാർക്ക് സ്കോർ ചെയ്തു. ആ മാർക്ക് സ്കോർ ചെയ്യാനുള്ള സെവറൽ കോസസ് ഉണ്ടാവുമായിരിക്കും. അത് ഒന്നല്ലെങ്കിൽ ആ സ്റ്റുഡൻറ്റ് വെൽ ഡിസിപ്ലിൻ സ്റ്റുഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നന്നായി പഠിക്കുന്ന കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ ടീച്ചർ നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പേരൻസ് നല്ല രീതിയിൽ അവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ സെവറൽ ഫാക്ടേഴ്സ് അവനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സെയിം വേ സ്റ്റാറ്റിസ്റ്റിക്സ് ഷുഡ് ബി ഓൾസോ എ മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ്. തേർഡ് വൺ, they must be numerically expressed. സ്റ്റാറ്റിസ്റ്റിക്സ് എപ്പോഴും ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ് ആയിരിക്കണം. അതായത് ഇപ്പോൾ ഹൈറ്റ് ഓഫ് എ സ്റ്റുഡൻറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ വാല്യൂ തന്നെ കിട്ടും. ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഒരിക്കലും സ്റ്റാറ്റിസ്റ്റിക്സ് ആവില്ല. ഇപ്പോൾ ഹോണസ്റ്റി, ബ്യൂട്ടി, ഇന്റലിജൻസ്, അതൊരിക്കലും നമുക്ക് ന്യൂമറിക്കലി എക്സാക്ട് മെഷർമെന്റ് കിട്ടൂല. സോ സ്റ്റാറ്റിസ്റ്റിക്സ് മസ്റ്റ് ബി ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ്. Fourth one, they should be enumerated or estimated according to reasonable standard of accuracy. അപ്പം നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ എപ്പോഴും അക്യുറേറ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു വെയിറ്റ് ആണ് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് വെയിറ്റിന്റെ വാല്യൂ ഇടുവാണെങ്കിൽ മാത്രമേ നമുക്കത് ഇൻഫർമേഷൻ കറക്റ്റ് ആവുള്ളൂ. ദെൻ ദേ ഷുഡ് ബി കളക്റ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. അതായത് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വേണം എന്തിനാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതെന്ന് തീരുമാനിച്ചിട്ട് വേണം ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. നെക്സ്റ്റ് വൺ, ദേ ഷുഡ് ബി കളക്റ്റഡ് ഫോർ എ പ്രീ ഡിറ്റർമിൻഡ് പേർപ്പസ്. പ്രീ ഡിറ്റർമിൻഡ് പേർപ്പസ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി, യു ആർ പ്ലാനിങ് ഇൻ അഡ്വാൻസ് വൈ ആർ ഗോയിങ് ടു കളക്ട് ദ ഡാറ്റ. പ്രീ ഡിറ്റർമിൻഡ് പേർപ്പസ്, എന്തിനാണ് നമ്മൾ കളക്ട് ചെയ്യുന്നതെന്ന് മുൻകൂട്ടി ചിന്തിച്ചിട്ട് വേണം ഡാറ്റ കളക്ട് ചെയ്യാൻ. ലാസ്റ്റ് വൺ, ദേ ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ റിലേഷൻ ടു ഈച്ച് അതർ. അതായത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് എപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡാറ്റാസ് പരസ്പരം സെയിം ആയിരിക്കണം. മീൻസ് ഹോമോജീനിയസ് ക്യാരക്ടർ ആയിരിക്കണം. ലൈക്ക് സെയിൽസ് ആൻഡ് അഡ്വർടൈസ്മെന്റ് കൂട്ടുന്നതനുസരിച്ച് നമുക്ക് സെയിൽസ് കൂടുന്നുണ്ടോ, അത് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് അവിടെ. പിന്നെ ഹൈറ്റ് ആൻഡ് വെയിറ്റ് എന്ന് പറയുമ്പോൾ ഇത്ര വെയിറ്റിന് ഇത്ര ഹൈറ്റേ പാടുള്ളൂ. അപ്പൊ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവിടെ ഉണ്ട്. അല്ലാതെ നമുക്ക് ഇങ്ങനെ പരസ്പരം ബന്ധമില്ലാത്ത ഡാറ്റാസ് എടുക്കാൻ വേണ്ടി പറ്റില്ല. നെക്സ്റ്റ്, ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഫസ്റ്റ് വൺ, ഇറ്റ് സിംപ്ലിഫൈസ് കോംപ്ലക്സിറ്റി. കോംപ്ലക്സിറ്റി സിംപ്ലിഫൈ ചെയ്യുന്നത് എങ്ങനെയാ? നമ്മളിപ്പോൾ ഓൾറെഡി ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാറ്റിസ്റ്റിക്സ് മെഷേഴ്സ് ദ ഡാറ്റ ന്യൂമറിക്കലി. അപ്പോൾ ന്യൂമറിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ആ ഡാറ്റ എന്തായിരിക്കും? ഇറ്റ് ഗിവ്സ് ഡെഫിനൈറ്റ് ആൻഡ് പ്രിസൈസ് ഫോം. അതാണ് സിംപ്ലിഫൈസ് കോംപ്ലക്സിറ്റി. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് കണ്ടൻസേഷൻ. അപ്പൊ നമുക്ക് മാസ് ഓഫ് ഡാറ്റ, ഒരുപാട് ഡാറ്റ കിട്ടിയിട്ടുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യും, ഫ്യൂ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, യു ആർ ഫൈൻഡിങ് ദ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് വാല്യൂസ് ഉണ്ടാവും. അതിന് നമ്മൾ അവസാന ആൻസർ കിട്ടുന്നത് എന്താ, ഒരു സിംഗിൾ വാല്യൂ. അപ്പൊ നമുക്ക് പെട്ടെന്ന് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് കമ്പാരിസൺ ഓഫ് ഡാറ്റ. ഇപ്പൊ ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൈസ് കമ്പയർ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഇയർ ഇത്രയായിരുന്നു, ദിസ് ഇയർ ഇത്രയായിരുന്നു. അതൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. അതായത് സർട്ടൻ അസംഷൻസ് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് വെദർ ഇറ്റ് ഇസ് ട്രൂ ഓർ ഫോൾസ് നമുക്കത് അവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് പ്രഡിക്ഷൻ ഓർ ഫോർകാസ്റ്റിംഗ്.
അതായത് ഫ്യൂച്ചർ ട്രെൻഡ് വാല്യൂസ് നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് വെറൈറ്റി ടെക്നിക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ടൈം സീരീസ് നമുക്ക് യൂസ് ചെയ്യാം, റിഗ്രഷൻ അനാലിസിസ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോർമുലേറ്റിംഗ് പോളിസീസ്. ഒരു ഓർഗനൈസേഷനിൽ പോളിസി ഉണ്ടാക്കാൻ വേണ്ടി മുൻകൂട്ടി നമുക്ക് പോളിസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. നെക്സ്റ്റ് വൺ, ഇറ്റ് സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. ഒരുപാട് ഗ്രൂപ്പ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ കോറിലേഷൻ. നെക്സ്റ്റ് വി ഹാവ് importance of statistics. Importance of statistics, first one is it is important to state or government. For efficient administration, government in endayalum statistics ne help thediye pattullu. For example, 5-year plans, budget creation, for that all statistics is important. Next one, importance in human behavior. Clinical trials, psychologist avarakke ee statistical tool use cheyyarundu. Next, importance in economics. എക്കണോമിക്സിൽ എങ്ങനെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ലൈക്ക് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഫൈൻഡിങ് ലോ ഓഫ് ഡിമാൻഡ്, ലോ ഓഫ് സപ്ലൈ, എക്സെട്ര. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഇൻ പ്ലാനിങ്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഇൻ ബിസിനസ്. ഹൗ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ബിസിനസ് മീൻസ് ലൈക്ക് മാർക്കറ്റിംഗ്, ക്വാളിറ്റി കൺട്രോൾ, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് കമ്പനീസ്, അക്കൗണ്ട്സ് റൈറ്റിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. Next, we have limitations of statistics. Statistics, it is already mentioned in the characteristic. It studies only quantitative factors or numerically expressed factors. So, first limitation എന്ന് പറയുന്നത് statistics does not study qualitative facts. Qualitative facts എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ബ്യൂട്ടി, ഹോണസ്റ്റി, ഇൻ്റലിജൻസ് അതൊന്നും നമുക്കിവിടെ ശരിക്കും പഠിക്കാൻ വേണ്ടി പറ്റില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് സ്റ്റഡി ഇൻഡിവിജ്വൽ കേസസ്. ഒരു പെർട്ടിക്കുലർ ഇവന്റ് എടുത്തിട്ട് നമുക്കിവിടെ പഠിക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് ഗ്രൂപ്പ് ഓഫ് ഇവന്റ്സ് മാത്രമേ ഇവിടെ പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ, ഇറ്റ് ലാക്സ് എ കംപ്ലീറ്റ് അക്യൂറസി. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അക്യൂറേറ്റ് ആയിരിക്കില്ല. ഇറ്റ് വിൽ ബി ഓൺലി ട്രൂ ഓൺലി ഓൺ ആവറേജ്. ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി മിസ്യൂസ്ഡ്. ഇറ്റ് ക്യാൻ ബി മിസ്യൂസ്ഡ് ബൈ എനി പീപ്പിൾ. സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു റിയാലിറ്റിയിൽ പറയുവാണെങ്കിൽ എക്സ്പേർട്സിന് മാത്രമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ. Next, data collection. Data collection implies accounting and systematic recording of the information gathered in a statistical investigation. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് ഡാറ്റ ആണുള്ളത്, പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. വാട്ട് യു മീൻ ബൈ പ്രൈമറി ഡാറ്റ? പ്രൈമറി ഡാറ്റ മീൻസ് ഇറ്റ് ഈസ് എ ഒറിജിനൽ ഡാറ്റ കളക്റ്റഡ് ബൈ ദ റിസർച്ചർ ഡയറക്ട്ലി ഫ്രം എ ഫസ്റ്റ് ഹാൻഡ് സോഴ്സ്. നമ്മൾ നേരിട്ട് പോയി കളക്ട് ചെയ്യുവാണെങ്കിൽ അത് പ്രൈമറി ഡാറ്റ ആണ്. അപ്പോൾ ആ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ, സെക്കൻഡ് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ, third one by schedules and questionnaires, fourth one local correspondence. What do you mean by direct personal investigation? Direct personal investigation എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട്, അതായത് ആരാണോ ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത് അവർ നേരിട്ട് ആ സ്പോട്ടിൽ പോയി കളക്ട് ചെയ്യുന്നത്. ഇത് എല്ലാ സിറ്റുവേഷനിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സെർട്ടൈൻ ഇപ്പോൾ ലിമിറ്റഡ് ഏരിയ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ പറ്റുള്ളൂ. സെക്കൻഡ് വൺ, ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റ നേരിട്ട് പോയി കളക്ട് ചെയ്യാതെ തേർഡ് പാർട്ടിയിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്യുക. റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്ന ഇൻഫർമേഷൻ അവർ നേരിട്ട് തരാൻ തയ്യാറല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്യും. തേർഡ് വൺ, ബൈ ഷെഡ്യൂൾസ് ആൻഡ് ക്വസ്റ്റ്യനേഴ്സ്. ക്വസ്റ്റ്യനേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് ക്വസ്റ്റ്യനേഴ്സ് ഒന്നെങ്കിൽ ഗൂഗിൾ ഫോം അല്ലെങ്കിൽ മെയിൽ വഴി നമ്മളത് അയച്ചു കൊടുക്കും. എന്നിട്ട് റെസ്പോണ്ടൻസ് അവർ തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. ഷെഡ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനാണത് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ തന്നെ ആ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഞാൻ നേരിട്ട് പോയിട്ട് ഓരോരുത്തർ പറയുന്ന റിപ്ലൈസ് ഞാൻ തന്നെയാണ് അവിടെ മാർക്ക് ചെയ്യുന്നത്. അതാണ് ഷെഡ്യൂൾസും ക്വസ്റ്റ്യനേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഫോർത്ത് വൺ, ലോക്കൽ കറസ്പോണ്ടൻസ്. ലോക്കൽ കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ന്യൂസ് പേപ്പർ, മീഡിയാസ് അവരിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് ലോക്കൽ കറസ്പോണ്ടൻസ്. Next one, we have secondary data. Secondary data means what? It is the information that has been already collected by someone or something else for the different purposes. It may be from published or unpublished sources. What do you mean by published sources? Published sources means it may be from government publications, academic journals, റിസർച്ച് സ്കോളർ റിപ്പോർട്ട്സ്. അവിടെ അവർ ഓൾറെഡി എല്ലാ റിപ്പോർട്ട്സും ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും നമ്മളത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തിനാണോ വേണ്ടത് ആ സ്പെസിഫിക് പെർപ്പസിന് നമുക്കത് യൂസ് ചെയ്യാം.
Next we have unpublished sources. What do you mean by unpublished sources? ആ ചെയ്തിട്ടുള്ള ഡാറ്റാസ് ഒരിക്കലും അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ആ ഡാറ്റ ഉണ്ടാവും. അത് ഗവൺമെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ്, പേഴ്സണൽ റെക്കോർഡ്സ് എക്സെട്ര. നെക്സ്റ്റ് വി ഹാവ് classification. Classification is a process of arranging data into sequences and groups according to their common characteristics or separating them into different classes. ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റാനെ ക്ലാസിഫൈ ചെയ്യുന്നു. അതാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം മെത്തേഡ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ വി ഹാവ് ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. വാട്ട് യു മീൻ ബൈ ജോഗ്രഫിക്കൽ? ഒരു ഏരിയ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു. അതാണ് ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് വൺ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റ നമ്മൾ ടൈമിനനുസരിച്ച് കളക്ട് ചെയ്യുന്നു. ആ ടൈം എന്ന് പറയുന്നത് ഇറ്റ് മേ ബി ഇയർലി ഡാറ്റ, മന്ത്ലി ഡാറ്റ, വീക്ക്ലി, അവർലി, മിനിറ്റ്സ്, അതുപോലെ. നെക്സ്റ്റ് വി ഹാവ് qualitative classification. Qualitative classification means like it is also known as attributes, അല്ലെങ്കിൽ ജെൻഡർ, കളർ, ഹെയർ, ലിറ്ററസി ആൻഡ് റിലീജൻ, അതൊക്കെ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് വരുന്നത്, വിച്ച് വി കനോട്ട് ഡയറക്ട്ലി മെഷറബിൾ. നെക്സ്റ്റ് വി ഹാവ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഡാറ്റാസിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടാബുലേഷൻ. ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ് ടാബുലേഷൻ. സോ ടാബുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ റോയും കോളം ബേസ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യുന്നതിനാണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ വി ഹാവ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ. ഡാറ്റ നമ്മൾ പ്രസന്റ് ചെയ്യുന്നു. അത് പ്രസന്റ് ചെയ്യുന്നത് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഏതാ? ഡയഗ്രാംസ്, ചാർട്ട്സ് ആൻഡ് ഗ്രാഫ്സ്. The process of organizing and displaying data in a way that is meaningful, efficient and easy to understand. The goal is to identify the main features of the data at a glance. ഒറ്റ അടിക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് ഡയഗ്രാംസ്. അപ്പോൾ അതിൽ വി ഹാവ് ഡിഫറെൻറ്റ് ഡയഗ്രാംസ് ലൈക്ക് പിക്ടോഗ്രാംസ്. പിക്ടോഗ്രാംസ് എന്ന് പറഞ്ഞാൽ പിക്ചർ റെപ്രസെന്റ്, പിക്ചർ ഫോമിലായിരിക്കും ഡാറ്റ ഉണ്ടാവുക. നമുക്കത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വി ഹാവ് cartograms. Cartograms means what? It is includes any type of map that shares the location of a person, place or object. Then we have bar graphs. This type uses rectangles of different sizes on x and y axis to represent different amounts in a given data set. Next we have pie charts. In this type of diagram, data appears as a fraction in a circle form. So here are the different pictures. First one is pictogram. അവിടെ കാണുന്നത് നമുക്ക് പിക്ചർ ഫോമിൽ ബനാന എന്താ, ആപ്പിൾ എന്താ, ചെറി എന്താന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിൽ എത്ര എണ്ണം ഉണ്ട്. നെക്സ്റ്റ് ഡയഗ്രാം ഈസ് ഓഫ് കാരറ്റോഗ്രാം, ലൈക്ക് മാപ്പ്. നെക്സ്റ്റ് വി ഹാവ് ബാർ ഗ്രാഫ്. ബാർ ഫോമിലാണ്, റെക്ടാങ്കിൾ ഇതിലാണ് ഉള്ളത്. നെക്സ്റ്റ് വി ഹാവ് പൈ ഡയഗ്രാം അല്ലെങ്കിൽ പൈ ചാർട്ട്, സർക്കുലർ ഫോമിലാണ് ഉള്ളത്. കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. So in this video we have discussed about the statistics definition, data collection and analysis, classification and tabulation and presentation of data. Thank you.